സോ ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷം ശേഷം നമ്മൾ വന്നിരിക്കുന്നു. നമ്മള് ഹാർഡ് കോർ അല്ല, നമ്മുടെ സർവൈവൽ എത്ര പാർട്ട് ഓർമ്മയില്ല. 5 ആണെന്നാണ് തോന്നുന്നത്. അത് ഇവിടെ കൊടുത്തിരിക്കാം, വായിച്ചു നോക്കാം. നമ്മൾ ഇന്ന് മോബ് ഫാം ആണ്. നമ്മുടെ പ്ലാൻ ചെറുതായി ഒന്ന് മാറ്റി. ഇവിടെ സംഭവം കുറച്ച് ഇവിടെ പ്ലെയിൻ ആക്കിയിട്ടുണ്ട് മോബ് ഫാം ഉണ്ടാക്കാൻ. ഇവിടെ 2 എൻട്രി ചെസ്റ്റിൽ നിന്ന് നമ്മൾ നിറയെ എലൈറ്റർ എടുത്തു, അങ്ങനെ എടുത്തു. പക്ഷെ എലൈറ്റർ എടുത്തപ്പോഴാണ് ഓർമ്മ വന്നത് നമുക്ക് പറക്കാൻ റോക്കറ്റ് ഇല്ല. അപ്പൊ നമ്മൾ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നാണ്. പക്ഷെ ബോൺ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു മോബ് ഫാം കെട്ടിയിട്ട് അതിന് കിട്ടുന്ന ബോൺ വെച്ച് നമ്മൾ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കും. ഷുഗർ കെയിൻ ഫാമില് നമ്മൾ കൊറേ തകർക്കും. പക്ഷെ നമ്മുടെ ഇന്നും ടൈറ്റൻ ഇല്ല ഗൈസ്, സാഡ് ആണ്. ടൈറ്റൻ ഇല്ല, സാഡ് വെരി വെരി സാഡ്. ഇതെന്താണ് അവിടെ ഒരു മണ്ണ് ഗായ്സ്? ഇതായിരിക്കുന്നു കള്ളൻ. ഞാൻ പിടിച്ചത് ടൈറ്റൻ ഇവിടെ എത്തിയിരിക്കുന്നു. ടൈറ്റന്റെ ആർമറൊക്കെ നമ്മുടെ ഈ ഐലൻഡ് നമ്മുടെ സ്വന്തമാണ് ഗൈസ്. അപ്പുറത്തൊരു വില്ലേജ് ഉണ്ട്. ഈ ഐലൻഡ് ഫുള്ള് നമ്മളിത് ഫുൾ പ്ലെയിൻ ആക്കും അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ. അല്ലെ ഈ വീഡിയോ തന്നെ ചിലപ്പോ ആക്കുന്നതാണ്. അപ്പൊ ആക്കും. നമുക്ക് പണി തുടങ്ങാം. നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്തു തുടങ്ങാം അല്ലേ? കോബിൾ സ്റ്റോൺ ഇനി വൈൻഡ് ചെയ്യണം ഗൈസ്. കോബിൾ സ്റ്റോൺ വൈൻ ചെയ്തിട്ട് കാണാം ഗൈസ്. നമുക്ക് കാണാം. കോബിൾ സ്റ്റോൺ വൈൻ ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ എല്ലാ മെറ്റീരിയൽസും സെറ്റ് ആയിട്ട് ഗൈസ്. പിന്നെ ഫാം ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഫാം ബിൽഡ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവിടെ നമ്മളെല്ലാ സാധനവും സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മളെല്ലാം അങ്ങോട്ട് സെറ്റ് ആക്കി നമ്മളങ്ങനെ നിറയെ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് സ്റ്റോൺ ബ്രിക്ക് ആക്കി. നമുക്ക് ഇനി ചെസ്റ്റിലെല്ലാം കണക്ട് ചെയ്യാം ഗൈസ്. സ്റ്റോൺ കട്ടറിൽ സിമ്പിളായി ഉണ്ടാക്കാം. വെറുതെ 6 എടുത്ത് കളയേണ്ട ആവശ്യമില്ല. സ്റ്റോൺ കട്ടർ പവറാണ് ഗൈസ്. എല്ലാവരും സ്റ്റോൺ കട്ടറായി യൂസ് ചെയ്യാൻ നല്ല ലാഭം ഗൈസ്. നമ്മൾ വെറുതെ 6 ഉണ്ടാക്കിയിട്ട് സമയം വേണ്ട. അല്ല മെറ്റീരിയൽ കളയണ്ട. ഇപ്പം എത്ര വെച്ച് ഉറങ്ങിട്ട് ബാക്കി ഉണ്ടാക്കാം. ഞാൻ പേര് ടൈം ലാപ്സ് റീപ്ലേ മോഡ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യൂവിൽ അല്ലാണ്ട് ജാവി മാത്രമേ വർക്കാവും. ബെഡ്റോക്ക് ചെയ്യാം. 1 2 3 4 നീ 19 ബ്ലോക്കാ? ഞാനേ വെച്ചു. എത്ര മണി? 4 2 17 ബ്ലോക്ക് മേടിക്കും. ബ്ലോക്ക് തയ്ക്കുമെന്ന് തോന്നുന്നു. കാട്ടി 15 ബ്ലോക്ക് മേടിക്കും. ഓക്കെ, ഇങ്ങനത്തെ ബ്ലോക്ക് 2 ബ്ലോക്ക് വെച്ചു. ഇനി 12 ബ്ലോക്കേ. ഇനി കറക്റ്റ് 10 ബ്ലോക്ക്. ടൈറ്റൻ ചെറിയൊരു ബിസിയാണ്. നീ 5 വെക്ക്. 5 വെച്ച് 4 5 3 5 ഓക്കെ ഡൺ. ഇല്ല അപ്പോൾ വെറും ഇനി ഇനിയും 5 പറഞ്ഞു. അപ്പോൾ ആ ടോളൂ നീ പറഞ്ഞു. ഇപ്പം 2 3 4 23 അപ്പോഴാണ് കറക്റ്റ് ബ്രോ സെറ്റ്. ഇതാണ് കറക്റ്റ്. ട്രാപ്പ് ഡോർ വേണ്ടേ? അതിനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. 2 3 4 5 6 7 8 2 3 4 റെഡി ആവും. 9 ബ്ലോക്ക് ഉണ്ട്. 4 5 ഇത് കൂട്ടണം. 8 കറക്റ്റ് എപ്പോഴാണ് കറക്റ്റ് ചെയ്തത്? 2 ഞാൻ സ്കൈ ബ്ലോക്കിൽ കൊടുത്തത് കാട്ടി ഓർമ്മ. ഇത് വന്ന് വെച്ചിട്ട് തന്നെ പിന്നെ മനസ്സിലായത് ഫാം മൊത്തം തെറ്റി. 2 ബ്ലോക്ക് അല്ല അങ്ങനെ ഒരു ബ്ലോക്ക് ഓർക്കി ബുക്ക് ഉണ്ടാവും. വെള്ളം വെച്ചാൽ കറക്റ്റ് നോക്കട്ടെ. കറക്റ്റ് ചെയ്ത് നോക്കണം. ഓ കറക്റ്റ് പോകാം. അത് അടി പോയിട്ട് ഇതുണ്ടാക്കി. നിന്റെ വെള്ളം ഉണ്ടായിരുന്നില്ല നീ ഫുള്ളായി വെക്കത്. അടി കറങ്ങണം. ഇതിനടി കറങ്ങണേ വെറുതെ ഞാൻ ഉണ്ടാക്കി സമയം കളയുന്നത്. ട്യൂട്ടോറിയൽ ഉണ്ടാക്കാം. വെള്ളം മാറ്റേ. ട്യൂട്ടോറിയൽ വാങ്ങി ട്യൂട്ടോറിയൽ 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 9.
അയ്യോ ഇല്ലൊരു ചത്തിയുടെ അറ്റത്തെ വളർത്തി തുമ്പി പോയി നിന്നേ ഇവിടെ വള്ളിക്കാ എവിടേക്ക് പോയിട്ടാ കറക്റ്റായി നിന്ന് ഞാൻ പോയിട്ട് ഒരു തുള്ളി വളർത്തി ഇതിനുള്ളിൽ ചത്താലും മനസ്സിൽ എപ്പോഴാ മനുഷ്യണ്ടായിട്ടോ ഇപ്പൊ ഞാൻ വേഗം ചത്തിട്ടോ ടെസ്റ്റ് ചെയ്യണം നേരെ ഇവിടെ നമ്മുടെ വീട് നോക്കി എത്ര ടെസ്റ്റ് എനിക്ക് ടെസ്റ്റ് ചെയ്ത ആ എനിക്കൊരു കേഴ്സ് ഉണ്ട് ബ്രോ അത് ഇട്ട് എന്റെ ആർമറിൽ അതാണ് കുഴപ്പമൊന്നുമില്ല ആ എനിക്ക് ലൈറ്റർ ഇടാൻ പറ്റില്ല കേസ് ഓഫ് ബൈനി മാത്രമേ ഉള്ളൂ എൻ്റെ അത് ചാവണല്ലോ ഇതിപ്പോ എപ്പോ പണി തീരാനാ ഗൈസ് നമ്മളവിടെ വെച്ചപ്പോൾ ഒന്ന് നിലത്ത് വീഴാൻ പോയി സംഭവം കൈ തട്ടി വീഡിയോ ഓഫായി അയ്യോ എത്രണ്ണം വെക്കണമെന്ന് മറന്നുപോയി 1 2 6 7 8 മെന്നി ഒന്ന് റീലോ ചെയ്ത് കയറുന്ന വരും ഒരു ക്ലച്ച് കാണാം ഗൈസ് ക്ലച്ചില്ലേ ചാവും അതോ എൻ്റെ ക്ലച്ചൊക്കെ റെഡിയായി പക്ഷെ ഇപ്പോൾ ക്ലച്ചിലാണ് ഇവിടെ ഫുൾ ആൾക്കാർ ഈ ലോകത്തെ എല്ലാവരും ഇവിടെ സ്പോണായി ഈ ലോകത്തെ എല്ലാവരും ഇവിടെ സ്പോണായി ഇല്ലേ ക്രീപ്പർ അല്ലേ ഒരു സ്കെലിറ്റൻ എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ് ഫുഡിന് ഗോൾഡൻ കാർഡ് എന്നാണ് ഫസ്റ്റ് വിചാരിച്ചു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ചൂണ്ടയിടാനൊരു ഫാം ഇതിപ്പോ നമ്മൾ എങ്ങോട്ട് കുഴിക്കും ഇതിലിപ്പോ എങ്ങോട്ട് കുഴിക്കണല്ലേ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ അല്ല ഇതിപ്പോ ബ്ലോക്ക് ഏത് സൈഡ് കുഴിച്ചാലും പ്രശ്നമാണ് ലാവല്ല ഒന്നും നോക്കിയിട്ട് വരാൻ ഇല്ല ഇല്ല ഉണ്ടാക്കണല്ലേ ബ്രോ ഇവിടെ അങ്ങനെ ഇല്ല ഗൈസ് ഷുഗർ കെയിൻ ഉണ്ട് നമുക്ക് ആവശ്യമില്ല ഷുഗർ കെയിൻ ഇവിടെ ഇല്ല ബ്രോ ലാവ് ഉണ്ടാക്കാൻ പറ്റുമോ ഞാടാ ടൈറ്റൻ്റെ തലയെ പിടിച്ചത് ഗൈസ് ഞാൻ ലാവ കണ്ടുപിടിച്ചിട്ട് വിളിക്കാം ഗൈസ് നമ്മളങ്ങനെ ഒരു ബക്കറ്റ് ലാവ് എടുത്തു പക്ഷെ വീഡിയോ ഉണക്കാൻ മറന്നു ഈ കേവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഗൈസ് അവിടെ എൻ്റെ ഉള്ളിൽ അതാ കാണുന്നില്ല എവിടെ എവിടെ എനിക്ക് ഇങ്ങനെ കാണുന്നു ഓ ഒരു തുമ്പ് രാവിലെയാണ് ഗൈസ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂം ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ട് കാണിച്ചു തരാം ഗൈസ് അവൻ ഇവിടുന്ന് നോക്കിയിട്ട് അതാ കാണുന്നത് ഒരു ഉണ്ടാക്കി വെക്കടാ ഒരു ഫാൻ കോപ്പർ വേണോ ഉണ്ടാക്കാൻ എത്ര കോപ്പർ വേണ്ടി വരും
രണ്ടെണ്ണം ഉണ്ടോ അവിടെ പകടിച്ചോണ്ട് നിൽക്കുന്നത്. മറ്റേ സ്റ്റോൺ ഉണ്ടാക്കിട്ട സ്റ്റോൺ ജനറേറ്റർ അതില്ലേ നീ അന്നെന്തോ ഞാൻ അങ്ങനെ അങ്ങനെ നോക്കിയപ്പോഴ് ഫാം ഉണ്ടാക്കിയില്ലേ? ദാറ്റ് വൺ ഫാം അയണ വെച്ചിക്കണം. എന്റെ ഫുഡ് എത്ര 2 ലക്ഷം അല്ലേ? അതിനുശേഷം നമ്മൾ പിന്നെയും വന്നിരിക്കുന്നു. അവിടെ ഇതുണ്ടാക്കിയില്ലേ ഗൈസ്, ചെറുതാണെങ്കിലും ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചെറുതാണ് ചെറുതാണത്. ഇതാണ് പകുതി പക്ഷേ ആകെ പോകും. എന്തൊക്കെയാണ് നീ പറയുന്നത്? വേറെ പോക്ക് കൂട്ടി ചെറിയൊരു കൺക്ലാമിനേഷൻ ആയി ഇവിടെ. അയ്യോ കുറേ കോപ്പിച്ചു പോയി. അറിയണ തൊട്ട് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് എന്താടാ എനിക്കറിയില്ല. നീ അല്ലേ ചെയ്ത് സ്പീഡായോ താൻ? സ്പീഡ് അതേപോലെ എന്തൊക്കെയോ വെച്ചിട്ട് ഉണ്ടാക്കില്ലേ? എനിക്ക് ലാപ്പീസിനെ കണ്ട ഡൈമണ്ട് എന്നൊക്കെ പറയണം. ഞാൻ പുതിയൊരു പരിപാടി കണ്ടുപിടിച്ച്. ബോറടിക്കുമ്പോൾ വരിക, മീൻ പിടിക്കുക. ടൈറ്റൻ ആ വഴി പോയി തോന്നുന്നു. ഇവിടെ വരിക, ഈ സോഡിന്റെ ബട്ടൺ നമുക്ക് പിടിക്കുക. പിന്നെ കൈ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു 2-2 മണിക്കൂറായിരുന്നു. ടൈറ്റൻ ഒരു 5 മിനിറ്റ് പോലും വരുന്നുണ്ടാവില്ലേ? ഇൻട്രോ എടുത്തു എന്നിട്ട് നമ്മൾ അത് പറഞ്ഞു. അപ്പൊ തപ്പോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് തപ്പ നീ കയറാൻ പറഞ്ഞിട്ട് പോയി. പിന്നെ അങ്ങനെ ആ വഴിക്ക് എക്സ്കേപ്പ് ആയി. ഓക്കെ കൊന്നാലോ ഇത് കിട്ടുമോ? എക്സ്പി കിട്ടുമോ? കൊന്നാ ഞാൻ മോഫാം അടിപൊളി വർക്കാണെന്നാണ് എൻ്റെ. It's lapis. It's lapis. ബ്ലോക്കിന് ഒരു കുറവുണ്ടോ? ബ്ലോക്കിന്റെ ആവശ്യം എന്താ? ഫൈനൽ ടച്ച് നമ്മളെ നമ്മളാണ് ഫൈനൽ ടച്ചിന്റെ. നമ്മൾ തുടങ്ങി വെക്കും, അവസാനിക്കുന്ന വേറെ നമ്മൾ തന്നെ. പക്ഷെ ഇടയത്തെ പണിയെടുത്ത് വേറെ ആരെങ്കിലും ഒക്കെ. ഇടയത്തെ അല്ല, അവനാണ് പകുതി മുക്കാലും ചെയ്ത് ഫാമിന്റെ പണിയൊക്കെ നമ്മള് മൈൻഡ് ചെയ്ത് കൊടുത്ത്. എന്താണ് പറയാ, ഈ നെറ്റ്വർക്ക് പ്രോബ്ലം ആയപ്പോ ഞാൻ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോഴല്ലേ മോബ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അല്ലേ ടോർച്ച് ഒന്നും മാറ്റൂല. എന്നിട്ട് എന്തിനാ മോബ് സ്പോൺ ആവത്ത്, എന്തിനാ മോബ് സ്പോൺ ആവത്ത് കണ്ടിരിക്കും. അല്ലോ അതൊക്കെ നമ്മൾ അറിയാണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പല്ലേ. അയ്യോ കഷ്ടപ്പെട്ടിട്ട് ആ സമയത്ത് നമുക്ക് ഒന്നും അറിയില്ലല്ലോ. മൈൻക്രാഫ്റ്റ് അറിയാ. ടൈറ്റനിപ്പോ ഒന്നിനും ഇല്ല പറയും പോലെ.
നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു ശർക്കര കൈ കൊടുക്കാം എൻ്റെ കയ്യിൽ. എന്നിട്ട് അതിൽ ഫുള്ള് വുഡ് നിറച്ചിട്ട് വരട്ടാവൻ. എന്തു പറയുന്നു? ശർക്കര കൊടുക്കാം പിന്നെ ഫുള്ള്. നമുക്ക് 7 പറയുമ്പോൾ 3 ശർക്കര ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ബ്രോൻ്റെ കയ്യിലുണ്ടാവും തോന്നുന്നു എനിക്ക് ശർക്കര ശല്യം. എൻ്റെ 7 ഉണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 7 ഉണ്ടല്ലോ. 14. അപ്പം മൊത്തം 8 5 ശർക്കര ബോക്സ് ഉണ്ടാക്കാൻ പറ്റും മൊത്തം. ശർക്കര ബോക്സിന് എന്തൊക്കെയാ വേണ്ടി? ഒരു ചെസ്റ്റും 2 ശർക്കര ഷെല്ലും. അപ്പോൾ 14 ഉണ്ടാക്കാം അല്ലേ? 7 ഉണ്ടാക്കാം. 5 ബ്രോ. എങ്ങനെ? 2 പറയുമ്പോൾ ഒന്നുണ്ടാക്കണേ 2. അപ്പോൾ 3 6 7 ഉണ്ടാക്കാൻ പറ്റും. കണക്ക് കറക്റ്റാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ബ്രോ എലൈറ്റർ ഇടാൻ പറ്റുകയാണെങ്കിലേ എനിക്ക് മാത്രം ഇടാൻ പറ്റില്ല. അടുത്ത എപ്പിസോഡിൽ ഞാൻ ചാവ ഗൈസ്. ചാവയല്ല ഡെഡാകാം. കിട്ടിയപ്പോ തന്നെ അങ്ങനെ ഇട്ടാണ് അല്ല വെയിറ്റ് ചെയ്തിട്ട് ഇട്ടാണോ? കിട്ടിയപ്പോ തന്നെ ഇട്ടത്. സംഭവം ഞാൻ ഇവിടെ ആയിരുന്നില്ലേ NCTയില് ഡാഡി ഇട്ടുണ്ടാവണ്ടിട്ടാണ്. കയ്യിൽ അതാ ഉണ്ടായിരുന്നുള്ളൂ. വുഡ് ഉണ്ടാ? വുഡ് ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ടാ? 31 പിന്നെ നിങ്ങളുടെ ഇല്ലേ കൊറേ വുഡ്? പ്ലാങ്ക് അല്ല, ഡയറക്റ്റ് വുഡ് ഉണ്ടോന്ന്. അതെന്തിനാ? നന്നായി. എവിടെ വീണ്? ഇതവിടെ. അത് ഇടണ്ടല്ലോ ചെസ്റ്റിലേക്ക്. നിന്റെ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട് പറഞ്ഞു. വാണമട്ട് ചാടി ചത്തല്ലേ? ചത്തത് വാണമട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാൻ വലിയായിട്ടില് ഞാൻ ഈ ട്രാപ്പ് ഡോർ വെച്ച് ഫുള്ള് വെച്ച്. പിന്നെയാണ് ഇപ്പം പറയുന്നത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ത് ചെയ്യുന്നു. പിന്നെയാണ് റെക്കോർഡ് ബട്ടൻ്റെ അവിടെ നോക്കുന്നത് വീഡിയോ ആണല്ല. അങ്ങനെ അവിടെ നിന്ന് ബാക്കി വീഡിയോ എടുത്ത്. നിനക്ക് എത്ര വയ്യല്ലേ അവിടെ പോയി ഓപ്പൺ ആക്കിയിരുന്നു? ശരി നടക്കണ്ട, നീ അടക്ക്. സീന് കളിച്ച് എന്ത്? ഒരു സ്റ്റാക്കും കൂടി ആവശ്യമില്ലടാ. 32 മതി. അപ്പൊ 2 സ്റ്റാക്ക് ഇടയിൽ സ്പീഡ് കൂട്ടണം ഗൈസ്, ഇല്ലേ നിങ്ങൾക്ക് ബോറാവും. അത്യാവശ്യത്തിന് അതുണ്ട് കേട്ടോ. ആ സൈഡ് ഞാൻ ഈ സൈഡ് നീ മുതലാക്കാണില്ലേ? വലിയ സൈഡ് എനിക്ക് കിട്ടാന്നിട്ട് ലാസ്റ്റ് ബ്ലോക്ക് വെക്കുന്നത് കാണുന്ന എനിക്ക്. വെച്ചോ. ഓ നന്ദി ഉണ്ടാ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാനൊക്കെ ഇതിൽ ബ്ലോക്ക് കൂടി വെച്ചേക്കാം. വീഡിയോ ഫുള്ള് കഷ്ടപ്പെടുത്തി നമ്മുടെ മോഫാമിന്റെ ലാസ്റ്റ് ബ്ലോക്ക് തന്നെ വെക്കാൻ പോണ ഗൈസ്. വെച്ച് ഗൈസ്. അടിയിൽ ടോർച്ചൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല മോഫാമിന്റെ ഉള്ളിലില്ലല്ലോ. ഉറപ്പല്ലേ? ഉറപ്പ് കൺഫേം അല്ലേ? ഉറപ്പല്ലേ വെച്ചപ്പോ പിന്നെ അവിടെ ഇറങ്ങി നോക്കും. അവിടെ ഇറങ്ങി നോക്കുമ്പോ അറിയില്ല. ഉറപ്പാണല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഒരു ടോർച്ച്. ഇതിന്റെ ചുറ്റിനും മക്കളും പറയണ പോലെ
നോഫാന്റെ മേലെ എന്തെങ്കിലും സ്പോൺ ആവാണ്ടിരിക്കാൻ. എന്ത് നോഫാന്റെ മേലെ സ്പോൺ ആവും ആൾക്കാര്. നോബ് അവിടെ ടോർച്ച് വെച്ചാ പോരെ? എന്റെ ടോർച്ചില് പക്ഷെ അതൊക്കെ പോണോ? ആ ഐശ്വര്യായിട്ട് ഞാൻ കൊന്നിട്ടുണ്ട്. ഞാൻ വെള്ളം അടക്കാൻ മറന്നു. നമ്മളങ്ങനെ സക്സസ് ആയിട്ടുണ്ട്. അതെല്ലാം കറക്റ്റല്ലേ നോക്ക്. അടുത്ത് ഞാൻ കേട്ടോ അതൊക്കെ ഉണ്ടാക്കാം. അതാണ് മൈൻക്രാഫ്റ്റിന്റെ ലോജിക്. രണ്ടെണ്ണം എന്തോ ബാക്കി ടബിന് പോയിട്ടുണ്ട്. പാടാ ഫുള്ള് സ്പോൺ പ്രൂഫ് ആക്കണം. എന്നിട്ട് വാടൊന്നും ഓടിക്കോ. അവൻ മറ്റേ ആൾ ചത്തു. പച്ച വില്ലേജറാണ്. ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവസാനിക്കണ്ടോ? ഈ വില്ലേജറിന് അതിൻ്റെ ഉള്ളിൽ കിട്ടാൻ അവസാനിക്കും. എടാ പിന്നെ ആവശ്യമില്ലടാ. ഇവനെ ക്യൂർ ചെയ്യുന്ന പച്ച വില്ലേജർ ഇല്ലേ? ആ പച്ച വില്ലേജറാ. അല്ല പച്ച വില്ലേജറാ. പച്ച വില്ലേജറാ. പച്ച വില്ലേജർ ഉള്ളി പോയി. ഒറ്റ ചാടി റെഡി. ചാടി റെഡി. ഗൈസ് ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അപ്പോൾ അടുത്ത കാണാം. ബൈ.